ഇവിടെ UDFിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിഷേധാത്മകമായ ചില നിലപാടുകളുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് പ്രിയങ്ക ഗാന്ധി നിലമ്പൂർ മണ്ഡലത്തിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ. നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ UDFിൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അവരിവിടെ ഉന്നയിച്ചൊരു പ്രശ്നം, പെൻഷൻ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലല്ല പെൻഷൻ കുടിശ്ശികകൾ കൊടുക്കേണ്ടത്. എവിടെയാണ് അങ്ങനെ ചെയ്യുന്നത്? ഇവിടെ പെൻഷൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിൽ പെൻഷൻ 5 മാസത്തെ കുടിശ്ശിക വന്നു. കേന്ദ്രം കേരളത്തിനെതിരായി ശക്തമായ സാമ്പത്തിക ഉപരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ പെൻഷൻ കുടിശ്ശിക വരുന്നത്. അതിനെ അതിജീവിക്കാൻ കേരളത്തിൻ്റെ കഴിവുപയോഗിച്ച് വരുമാനം വർദ്ധിപ്പിച്ച് അതിജീവിക്കുന്നതിനുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് കേരളത്തിൻ്റെ അനുഭവങ്ങൾ. മാസങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭാ ചട്ടങ്ങളുടെ 300-ാം വകുപ്പ് പ്രകാരം, റൂൾ 300 പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി. അത് മുഖ്യമന്ത്രിയുടെ ഒരു അവകാശമാണ്. ആ പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവിച്ചു, 5 മാസത്തെ കുടിശ്ശിക ഇവിടെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ 5 മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കൂ. കുടിശ്ശിക വന്ന എല്ലാ മേഖലകളിലും കുടിശ്ശിക തീർത്തു നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ് നൽകുന്ന മുഖ്യമായ പരിഗണന. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്താണ് പെൻഷൻ ഓരോ മാസവും കൊടുക്കുക എന്നുള്ള നിലപാടെടുത്തത്. ഓരോ മാസവും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓരോ മാസത്തെയും പെൻഷൻ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം കുടിശ്ശികയും തീർത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ 2 മാസം കുടിശ്ശികയുണ്ട്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കുടിശ്ശിക കൊടുക്കും. ഇവിടെ 1980-ൽ നായനാർ ഗവൺമെൻറ് കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിച്ചു. 45 രൂപയാണെന്ന് പെൻഷൻ. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി പെൻഷനും ക്ഷേമ പദ്ധതികളും കേരളത്തിൽ വിപുലപ്പെട്ടു വന്നു. 2016-ൽ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 രൂപയാണ്. ആ 600 രൂപ തന്നെ 18 മാസം കുടിശ്ശികയാണ്. ഇത് കൊടുത്തു തീർക്കാൻ UDF ഗവൺമെൻറ് തയ്യാറായില്ല. 600 രൂപ പെൻഷനിൽ 100 രൂപ മാത്രമാണ് UDFിൻ്റെ പങ്കാളിത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 9 വർഷക്കാലത്തിനിടയിൽ 1000 രൂപ വിവിധ ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങളുടെ അവകാശം എന്നുള്ള നിലയിൽ ഈ പെൻഷൻ കേരളത്തിലെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏകദേശം 60 ലക്ഷം മുതൽ 62 ലക്ഷം വരെ ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഈ പെൻഷൻ കൃത്യമായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ചു.